ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ബീട്രൂട്ട് തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എങ്ങനെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് നോക്കി വന്നാലോ. ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ട് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തതിന് ശേഷം ഇതേപോലെ ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാണ് ചീവി എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് ചീവി എടുത്തതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാന് നല്ല ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് നല്ലൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്തതാണ് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചിരവിയതെടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയും തേങ്ങയൊക്കെ നല്ലോണം മൊരിഞ്ഞു വരും, നല്ലൊരു സ്മെല്ല് വരും. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇതേപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ബീട്രൂട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കുമ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഒട്ടും വെള്ളം ചേർത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ബീട്രൂട്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ബീട്രൂട്ട് തോരൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം. നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബീട്രൂട്ട് തോരൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ